പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 8-ൻ്റെ ചാപ്റ്റർ 4 ആണ്. ക്വാഡ്രിലേറ്ററൽസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ ക്വാഡ്രിലേറ്ററൽസ് എന്ന് വെച്ചാൽ 4 സൈഡഡ് ആയിട്ടുള്ള ഫിഗേഴ്സിനെയാണ് നമ്മൾ ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്വാഡ്രിലേറ്ററൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ്സ് ക്വാഡ്രി മീനിങ് 4 ആൻഡ് ലാറ്റിസ് റെഫറിങ് ടു സൈഡ്സ്. അപ്പോൾ ക്വാഡ്രിലേറ്ററൽ എന്ന് വെച്ചാൽ 4 സൈഡ്സ് ആണ്. അതായത് സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റുകൾ യൂസ് ചെയ്ത് നിർമ്മിക്കുന്ന 4 സൈഡുകളുള്ള ഒരു ഫിഗറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാഡ്രിലേറ്ററൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. നോക്കി 5 ഫിഗേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ 2 എണ്ണം ക്വാഡ്രിലേറ്ററൽ അല്ല. അതായത് ഫിഗർ 4ഉം 5ഉം ക്വാഡ്രിലേറ്ററൽ അല്ല. കാരണം എന്താണ്? ഇതിന് ഒരു സൈഡ് സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്തിട്ടല്ല ഇവിടെ വരച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 4 സൈഡുകളും സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ലൈൻ സെഗ്മെൻറ്റ് യൂസ് ചെയ്ത് നിർമ്മിക്കുന്നവയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാഡ്രിലേറ്ററൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും തേർഡ് വണ്ണും ക്വാഡ്രിലേറ്ററൽസ് ആണ്. തേർഡ് വണ്ണിലും 1 2 3 4 സൈഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു ക്വാഡ്രിലേറ്ററലാണ്. ഇനി ഈ സൈഡുകളുടെ ബിറ്റ്വീനുള്ള ആംഗിളാണ് ക്വാഡ്രിലേറ്ററൽസിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. ഇതാ ഇങ്ങനെ ഇവിടെ ഈ വരച്ചിരിക്കുന്നതിനെയാണ് ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ നോക്കുന്നത് മോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള ക്വാഡ്രിലേറ്ററൽസ് ആണ് റെക്റ്റാങ്കിൾസും സ്ക്വയേഴ്സും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നോക്കിയേ, റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ എന്താ? റെക്റ്റാങ്കിൾ ഈസ് എ ക്വാഡ്രിലേറ്ററൽ ഇൻ വിച്ച് ദി ആംഗിൾസ് ആർ ഓൾ റൈറ്റ് ആംഗിൾസ്. അതായത് എല്ലാ ആംഗിൾസും റൈറ്റ് ആംഗിൾസ് ആയിരിക്കും. ഒരു ക്വാഡ്രിലേറ്ററലിന് എത്ര ആംഗിളാണ് ഉള്ളത്? 4 ആംഗിൾസ് ആണുള്ളത് അല്ലേ. ഇതിനെയാണ് നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഈ 4 ആംഗിൾസും എന്തായിരിക്കും? റൈറ്റ് ആംഗിൾസ് ആയിരിക്കും. അതായത് 90 ഡിഗ്രി വീതമായിരിക്കും. ആൻഡ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, അതായത് ഈ സൈഡും ഈക്വൽ ലെങ്ത് ആയിരിക്കും. അതേപോലെ ഈ സൈഡും ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ റെക്റ്റാങ്കിളിനെ കുറിച്ച് ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ചുരുക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സുകളിൽ നിന്ന് വരയ്ക്കുന്ന ഈ ലൈൻ സെഗ്മെൻറ്റിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഡയഗണൽസ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിന് എത്ര ഡയഗണൽസ് കാണും? 2 ഡയഗണൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ ഈ ഒരു ഡയഗണലിൻ്റെ ലെങ്ത് നമ്മൾ 8 സെൻറ്റിമീറ്റർ എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഡയഗണലിൻ്റെ ലെങ്ത് എന്തായിരിക്കും? അപ്പോൾ ഒരു ക്വാഡ്രിലേറ്ററൽ റെക്റ്റാങ്കിൾ ആകണമെങ്കിൽ ഈ താഴെ പറയുന്ന 3 ക്വസ്റ്റ്യനുകൾക്ക് നമുക്ക് ആൻസർ നൽകാനായിട്ട് കഴിയണം. എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി അതർ ഡയഗണൽ? അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഡയഗണലിൻ്റെ ലെങ്ത് 8 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഡയഗണലിൻ്റെ ലെങ്ത് എന്തായിരിക്കും? വാട്ട് ഈസ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി 2 ഡയഗണൽസ്? ഈ 2 ഡയഗണൽസിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ദാ ഇവിടെ O എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് എന്തായിരിക്കും? വാട്ട് ഷുഡ് ദി ആംഗിൾ ബി ബിറ്റ്വീൻ ദ ഡയഗണൽസ്? ഈ ഡയഗണൽസിൻ്റെ ബിറ്റ്വീനുള്ള ആംഗിൾ എന്തായിരിക്കും? ഈ 3 ക്വസ്റ്റ്യനുകൾക്ക് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയണം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി അതർ ഡയഗണൽ? അപ്പോൾ ഒരു ഡയഗണലിൻ്റെ ലെങ്ത് 8 സെൻറ്റിമീറ്റർ ആണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത ഡയഗണലിൻ്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ കോൺഗ്രുവൻസ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ അതെങ്ങനെയാണ് എന്ന് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ റെക്റ്റാങ്കിളിനകത്ത് 2 ഡയഗണൽസ് വരച്ചു. അപ്പോൾ നമുക്കിവിടെ ട്രയാങ്കിൾസ് ഫോം ചെയ്തു അല്ലേ. അപ്പോൾ 2 ട്രയാങ്കിൾസ് നമ്മൾ എടുക്കുന്നു. ട്രയാങ്കിൾ ADC, അതായത് ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളതും, അടുത്തത് ട്രയാങ്കിൾ DAB, ഈ പിങ്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളതുമായ 2 ട്രയാങ്കിൾസ് നമ്മൾ എടുക്കുന്നു. ഈ 2 ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയഗണൽസ് ഈക്വൽ ആണോ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ 2 ട്രയാങ്കിൾസ് നമ്മൾ എടുക്കുന്നു. ഏതൊക്കെയാണ്? ഇൻ ട്രയാങ്കിൾ ADC ആൻഡ് ട്രയാങ്കിൾ DAB.
ഇതിൽ കോൺഗ്രുവൻ്റ് ആണോ എന്ന് പറയാൻ നമുക്ക് എന്തൊക്കെ പറയാം? അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ലെങ്തിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു സി ഡി എടുക്കാം. എ ബി ഈസ് ഈക്വൽ ടു സി ഡി. പിന്നെന്താ, ഇതിൻ്റെ ആംഗിൾസ് 90 ഡിഗ്രി വീതമായിരിക്കും എന്ന് പറഞ്ഞു. സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി 90 ഡിഗ്രി. പിന്നെന്താ, ഈ രണ്ട് ട്രയാങ്കിളിലും എന്ത് കോമൺ ആണ്? എ ഡി കോമൺ ആണ്. അപ്പോൾ എ ഡി ഈസ് ഈക്വൽ ടു എ ഡി. അപ്പോൾ നമുക്ക് ഏത് കോൺഗ്രുവൻസ് റൂളാണ്? ഈ സൈഡ് എടുത്തു, ഈ ആംഗിൾ എടുത്തു, ഈ സൈഡും എടുത്തു. അപ്പോൾ എസ് എ എസ്. അപ്പോൾ എസ് എ എസ് കോൺഗ്രുവൻസ് റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ എ ഡി സി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ ഡി എ ബി എന്ന് പറയാം. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആകുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വലായിരിക്കും, ആംഗിൾസും ഈക്വലായിരിക്കും. അപ്പോൾ ഇവിടെ സി പി സി ടി വഴി നമുക്ക് എന്ത് പറയാം? എ സി ഈസ് ഈക്വൽ ടു ബി ഡി എന്ന് പറയാം. കാരണം എന്താണ്? രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഈ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ആണ് എ സിയും ബി ഡിയും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ സിയും ബി ഡിയും ഈക്വൽ ആണ് എന്ന് പറയാം. അപ്പോൾ ഇതെന്താ കാണിക്കുന്നത്? ദിസ് ഷോസ് ദാറ്റ് ദ ഡയഗണൽ ഓഫ് എ റെക്റ്റാങ്കിൾ ഓൾവേസ് ഹാവ് ദി സെയിം ലെങ്ത്. അപ്പം കോൺഗ്രുവൻസ് റൂൾ വഴി നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസ് സെയിം ലെങ്തിലുള്ളതായിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എ സി നമ്മൾ 8 സെൻറ്റിമീറ്റർ ആണ് എന്ന് എടുത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ബി ഡിയും എന്തായിരിക്കും? 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്ത് എന്താണ്? ഡയഗണൽസ്, അതായത് റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസ് ഈക്വൽ ലെങ്തിലുള്ളതായിരിക്കും. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഈ ഡയഗണൽസിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഈ O ആണ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഡയഗണൽസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ O എന്ന പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ OA ഉണ്ട്, OC ഉണ്ട്, OB ഉണ്ട്, OD ഉണ്ട്. ഇതിൻ്റെ റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നോക്കാൻ വേണ്ടി നമ്മളിവിടെ എടുക്കുന്നത് രണ്ട് ട്രയാങ്കിൾസ്. ഇതാ ഇവിടെ ഈ പിങ്ക് ട്രയാങ്കിളും ഗ്രീൻ ട്രയാങ്കിളും, അതായത് OABയും OCDയും ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് ഈ ഡയഗണൽസിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്താണ് എന്നറിയാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മളിവിടെ ആദ്യം എടുക്കുന്നത് എന്താ? ഈ ആംഗിൾ, ദ ബ്ലൂ കളറിൽ ഇവിടെ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആംഗിൾ AOBയും ആംഗിൾ CODയും. ഈ രണ്ട് ആംഗിൾസ് ഈക്വലാണ്. അപ്പോൾ ഇൻ ട്രയാങ്കിൾ AOB ആൻഡ് COD എന്തൊക്കെ എഴുതാം? ആംഗിൾ AOB ഈസ് ഈക്വൽ ടു ആംഗിൾ COD. എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ ഇത് നമ്മളെടുത്തു. ഇനി അടുത്തത് നമുക്ക് എന്തെടുക്കാം? ഇനി നോക്കിയേ, ഇവിടെ ഈ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 ഇത് നമ്മൾ നോക്കുന്നു. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആണോ എന്നാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിയാൽ നമുക്കറിയാം ആംഗിൾ B എന്താണ്? ആംഗിൾ B 90 ഡിഗ്രി ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ B 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ഈ ആംഗിളിന് പേര് കൊടുത്തു കേട്ടോ, ആംഗിൾ 1ഉം ആംഗിൾ 3ഉം. അപ്പോൾ ആംഗിൾ B 90 ആണെങ്കിൽ ആംഗിൾ B എന്ന് പറയുന്നത് എന്താ? ആംഗിൾ 1ഉം ആംഗിൾ 3ഉം കൂടെ ചേരുന്നതാണ് ആംഗിൾ B. അപ്പോൾ ആംഗിൾ Bക്ക് പകരം നമുക്ക് എന്തെഴുതാം? ആംഗിൾ 3 പ്ലസ് ആംഗിൾ 1 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഇത് രണ്ടും കൂടെ 90 ഡിഗ്രി ആണ് എന്ന് നമ്മൾ എടുക്കുന്നു. ഇനി നോക്കിയാൽ ഈ ട്രയാങ്കിൾ BCD എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 90 ഡിഗ്രി, ഇത് 90 ആണല്ലേ, 90 ഡിഗ്രി പ്ലസ് ആംഗിൾ 2 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ സം പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ എഴുതാം. ഇനി ഈ 90യെ നമ്മൾ LHSലേക്ക് കൊണ്ടുപോയാൽ എന്ത് പറ്റും? 180 മൈനസ് 90 ദാറ്റ് ഈസ് 90. അപ്പോൾ നമുക്ക് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 2 ഈസ് ഈക്വൽ ടു 90 എന്ന് കിട്ടി. അപ്പോൾ ആംഗിൾ 3 പ്ലസ് ആംഗിൾ 1 90 എന്ന് കിട്ടി. ആംഗിൾ 3 പ്ലസ് ആംഗിൾ 2 90 എന്ന് കിട്ടി. അത് ഇതിൻ്റെ രണ്ടിൻ്റെയും RHS സെയിം ആണല്ലേ. അങ്ങനെയാണെങ്കിൽ LHSും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആംഗിൾ 3 പ്ലസ് ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 3 പ്ലസ് ആംഗിൾ
ടു. RHSകൾ സെയിം ആയതുകൊണ്ട് LHSകളെ നമ്മൾ ഈക്വലാക്കി എഴുതി. ഇവിടുന്ന് ആംഗിൾ 3യും ആംഗിൾ 3യും ക്യാൻസലായിപ്പോൾ. രണ്ട് സൈഡിലും ഒരേപോലെയുള്ളതും സെയിം സൈൻ ഉള്ളതുമാണെങ്കിൽ നമുക്കതിനെ ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ 1 = ആംഗിൾ 2 എന്ന് കിട്ടി. ഇപ്പോൾ നമ്മളിവിടെ എന്ത് പ്രൂവ് ചെയ്തു? ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വലാണ് എന്ന് പ്രൂവ് ചെയ്തു. അതായത് നമ്മൾ ഈ പിങ്കും ഗ്രീനുമുള്ള ട്രയാങ്കിൾസ് ആയിരുന്നു എടുത്തത്. അതിൽ ഈ ആംഗിളും ഈക്വലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ആംഗിൾ 1 = ആംഗിൾ 2 എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നോക്കിയേ, ഇനി റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്. സോ AB = CD. അപ്പോൾ ഏത് കോൺഗ്രുവൻ്റ് റൂളാണ്? ഈ ആംഗിൾ എടുത്തു, ഈ ആംഗിൾ എടുത്തു, ഈ സൈഡ് എടുത്തു. അപ്പോൾ ഏതാണ്? AAS. അപ്പോൾ AAS കോൺഗ്രുവൻ്റ് റൂൾ വഴി നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് എന്ന് പറയാം. ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് എങ്കിൽ CP/CT വഴി നമുക്ക് എന്ത് പറയാം? അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? OA = OC ആൻഡ് OB = OD എന്ന് നമുക്ക് പറയാം. അതായത് ഈ സൈഡും ഈ കറസ്പോണ്ടിങ് സൈഡ്സ് ആണ്, അത് ഈക്വലാണ്. ഇതും ഈക്വലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സൈഡും ഈക്വലാണ്. ഈ സൈഡും ഈക്വലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും, അതായത് മിഡ് പോയിൻറ്റിലായിരിക്കും. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എവിടെയാണ് വരുന്നത്? അതിൻ്റെ മിഡ് പോയിൻറ്റ്സിലായിരിക്കും വരുന്നത്. കണ്ടോ? ദിസ് ഷോസ് ദാറ്റ് ദ ഡയഗണൽ ഓഫ് എ റെക്റ്റാങ്കിൾ ഓൾവേസ് ഇൻ്റർസെക്റ്റ് അറ്റ് ദ മിഡ് പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. നേരത്തെ എന്താ നോക്കിയത്? ഡയഗണൽസ് ഈക്വൽ ലെങ്തിലുള്ളതായിരിക്കുമെന്ന് പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിച്ചു ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ മിഡ് പോയിൻറ്റിലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. Therefore, to get a rectangle, the diagonals must be drawn so that they are equal and intersect at the midpoints. When the diagonals cross at their midpoints, we say that the diagonal bisect each other. അപ്പോൾ മിഡ് പോയിൻറ്റിലാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ ഡയഗണൽസ് ബൈസെക്റ്റ് ഈച്ച് അതർ എന്ന് പറയും. അപ്പോൾ ഈ ബൈസെക്റ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? ഡിവൈഡിങ് ഇറ്റ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. അതായത് രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് ബൈസെക്റ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെൻറ്റിനെ വേറൊരു ലൈൻ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ സൈഡ് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഈ സൈഡും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. Can the following equalities be used to establish that AOD congruent to COB? അപ്പോൾ AODയും COBയും കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ഈ ഒരു ഈക്വാലിറ്റി ഹെൽപ്പ് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? AODയും COBയും എന്താണ്? ഇവിടെ ഫിഗറിൽ നോക്കിയേ, ഇതാണ് AOD, ഇതാണ് COB. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? AO = CO. ഇത് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തതാണ്. AO = CO. പിന്നെന്താ ഈക്വാലിറ്റി തന്നിരിക്കുന്നത്? AOB = COD. അപ്പോൾ അതാ നോക്കിയേ, AOB എന്താ? AOB ഈ ആംഗിളാണ്, COD ഈ ആംഗിളാണ് അല്ലേ? ഇതാ ഇവിടെ നോക്കിയേ, നമ്മൾ എടുത്തിരിക്കുന്ന ട്രയാങ്കിൾസ് ഇതാ ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ആംഗിൾ വന്നിരിക്കുന്നത് ആ ട്രയാങ്കിളിലാണോ? അല്ല. അപ്പോൾ ഈ ഈക്വാലിറ്റി വെച്ചിട്ട് നമുക്ക് AODയും COBയും കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നോ എന്ന് പറയാം. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യനുകൾക്ക് ഇവിടെ ആൻസർ ചെയ്തു. ഇനി മൂന്നാമത്തത്, വാട്ട് ആർ ദി ആംഗിൾസ് ബിറ്റ്വീൻ ദ ഡയഗണൽസ്? ഇനി ഈ ഡയഗണൽസിൻ്റെ ബിറ്റ്വീനുള്ള ആംഗിൾസിനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസും ലീനിയർ പെയറും യൂസ് ചെയ്തിട്ട് ഈ ഡയഗണൽസിൻ്റെ ബിറ്റ്വീനുള്ള ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഒരു ആംഗിള് ഞാൻ 60 എന്ന് എടുക്കുന്നു. ഈ ആംഗിൾ 60 ആണെങ്കിൽ ഈ തൊട്ട് ഓപ്പോസിറ്റുള്ള ആംഗിളും എന്തായിരിക്കും? 60 ആയിരിക്കും. കാരണം എന്താ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ്. അപ്പോൾ ഈ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ആംഗിൾ കണ്ടുപിടിക്കണം.
ഈ ആംഗിൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ ആംഗിൾ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ബി ഡി എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഈ 60 ഡിഗ്രിയും ഇതും കൂടെ ചേർന്നിട്ട് എന്ത് വരും? 180 ഡിഗ്രി വരും. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. ദാറ്റ് ഈസ് 120. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് 120 എന്ന് കിട്ടി. ഇത് 120 ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും 120 ആയിരിക്കും. കാരണം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഡയഗണൽസിൻ്റെ ബിറ്റ്വീനുള്ള ആംഗിൾസ് നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ അടുത്ത ട്രയാങ്കിൾ ചൂസ് ചെയ്യുന്ന ഇവിടുന്ന് ട്രയാങ്കിൾ എ ഒ ബി. ട്രയാങ്കിൾ എ ഒ ബി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ നമ്മൾ ചൂസ് ചെയ്യുന്നു. ഈ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ്. അപ്പം നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു ഡയഗണൽസ് എന്താണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് മിഡ് പോയിൻറ്റിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒ എയും ഒ ബിയും ഈക്വലാണ് അല്ലേ? ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി ആണ്. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ഒ എ ബി എടുക്കുമ്പോൾ അതിനകത്ത് ഒ എയും ഒ ബിയും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ ഒ എ ബി ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പോൾ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് എങ്കിൽ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? സൈഡ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഈ രണ്ടിനെയും നമ്മൾ എ എന്ന് ചൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് എ എത്രയാണ് എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ എ പ്ലസ് 60 ആംഗിൾ സം പ്രോപ്പർട്ടി എന്താ? 3 ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എന്ത് വരും? 2a ഈസ് ഈക്വൽ ടു ഈ 60യെ ഞാൻ RHSലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ 180 മൈനസ് 60 ദാറ്റ് ഈസ് 120. a ഈസ് ഈക്വൽ ടു 120/2 ദാറ്റ് ഈസ് 60. അപ്പോൾ എ നമുക്ക് എന്ത് കിട്ടി? 60 എന്ന് കിട്ടി. അപ്പോൾ ഈ ആംഗിളും 60 ഡിഗ്രിയാണ്, ഈ ആംഗിളും 60 ഡിഗ്രി വീതം ആണ്. ഇനി നോക്കിയേ, അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഒ എ ബിയിൽ ഇതും 60 ഇതും 60 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ഡയഗണൽസിൻ്റെ ബിറ്റ്വീനുള്ള ആംഗിൾസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും 60 ആണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾസ് എന്തായിരിക്കും? 60 വീതമായിരിക്കും. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിലെയും ആംഗിൾസ് നമുക്ക് കിട്ടി. ഇനി ഇതിലെ രണ്ടിലെയുമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം ഇത് 120 ആണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അപ്പം മുകളിൽ കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്ക് എന്തറിയാം? ഒ എയും ഒ ഡിയും ഈക്വലാണ് അല്ലേ? പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് ഒ എയും ഒ ഡിയും ഈക്വലാണ്. ഇത് രണ്ടും ഈക്വലാണെങ്കിൽ ഈ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളിനെ നമുക്ക് ബി എന്ന് ചൂസ് ചെയ്യാം. എങ്ങനെ കണ്ടുപിടിക്കാം? ബി പ്ലസ് 120 ഈസ് ഈക്വൽ ടു 180. 2b പ്ലസ് 120 ഈസ് ഈക്വൽ ടു 180. 2b ഈസ് ഈക്വൽ ടു 180 മൈനസ് 120 ദാറ്റ് ഈസ് 60. b ഈസ് ഈക്വൽ ടു 60/2 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടി? 30, ഇതും 30. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് രണ്ടും 30 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും 120 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾസും എന്തായിരിക്കും? 30 വീതമായിരിക്കും. അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു ഈ കോർണറിൽ വരുന്ന ആംഗിൾസ് 90 ആണ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് 90 ആണോ വരുന്നതെന്ന് നമ്മളിപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്തു. നോക്കിയേ, ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ്? ഈ 60യും 30യും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് 90 എന്ന് കിട്ടി. എല്ലാ കോർണേഴ്സിലും 60 + 30 ആണ് വരുന്നത്. അപ്പോൾ എല്ലാ കോർണറിലെ ആംഗിളുകളും എത്രയാണ്? റൈറ്റ് ആംഗിൾസ് ആണ് എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. അപ്പോൾ ഡയഗണൽസിൻ്റെ ബിറ്റ്വീനുള്ള ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചു. കോർണേഴ്സിലുള്ള ആംഗിൾസ് എല്ലാം റൈറ്റ് ആംഗിൾസ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പം 3 കാര്യങ്ങൾ നമ്മൾ മുകളിൽ കണ്ട 3 ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ആംഗിൾസ് 90 ഡിഗ്രി വീതമാണ് എന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്തത് ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ്. പിന്നെ നമ്മൾ എന്തായിരുന്നു റെക്റ്റാങ്കിൾ ആകാനുള്ള കണ്ടീഷൻ പറഞ്ഞത്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. നമ്മൾ നേരത്തെ കണ്ടു ട്രയാങ്കിൾ എ ഒ ബിയും ട്രയാങ്കിൾ സി ഒ ഡിയും കോൺഗ്രുവൻ്റ് ആണ് എന്ന് കണ്ടു. അതേപോലെ ട്രയാങ്കിൾ എ ഒ ഡിയും സി ഒ ബിയും കോൺഗ്രുവൻ്റ് ആണ്.
അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് ട്രയാങ്കിൾസ് വീതവും കോൺഗ്രുവൻ്റ് ആണ് എങ്കിൽ നമുക്ക് സി പി സി ടി വഴി എന്ത് പറയാം? ട്രയാങ്കിൾ എ ഒ ബിയും ട്രയാങ്കിൾ സി ഒ ഡിയും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ സി പി സി ടി വഴി നമുക്ക് എ ബി ഈസ് ഈക്വൽ ടു സി ഡി, കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണ് എന്ന് പറയാം. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു സി ഡി പറയാം. ഇനി ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് എങ്കിൽ എ ഡി ഈസ് ഈക്വൽ ടു എന്ത് പറയാം? സി ബി എന്നും പറയാം. അപ്പോൾ നോക്കിയേ, therefore ABCD is a rectangle since it satisfies the definition of a rectangle. അപ്പോൾ ഇതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് എ ബി സി ഡി എന്താണ് എന്ന് നമുക്ക് പറയാം? ഒരു റെക്റ്റാങ്കിൾ ആണ് എന്ന് പറയാം. അപ്പോൾ ഞാനിവിടെ എന്താ പറയുക, ഡയഗണൽസിൻ്റെ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ 60 ഡിഗ്രി എടുത്തു. 60 ഡിഗ്രി എടുത്തപ്പോഴാണ് നമ്മൾ ആംഗിൾസ് നമുക്ക് 90 കിട്ടിയതല്ലേ? ആംഗിൾസ് 90 കിട്ടിയതുകൊണ്ട് നമ്മൾ റെക്റ്റാങ്കിൾ ആണ് എന്ന് പറഞ്ഞു. അതേപോലെ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി 60 അല്ലാതെ ഈ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ എ ബി സി ഡി റെക്റ്റാങ്കിൾ ആയിട്ട് തന്നെ ഇരിക്കുമോ? 60 അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ 30 എടുക്കുന്നു, അല്ലെങ്കിൽ 20 എടുക്കുന്നു, അല്ലെങ്കിൽ 85 എടുക്കുന്നു, ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് റെക്റ്റാങ്കിൾ ആയിട്ട് തന്നെ വരുമോ? റെക്റ്റാങ്കിൾ ആകണമെങ്കിൽ കോർണേഴ്സിലെ ആംഗിൾസ് 90 ഡിഗ്രി എന്ന് കിട്ടണം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ബിറ്റ്വീൻ വരുന്ന ആംഗിളിനെ അങ്ങ് എക്സ് എന്ന് എടുക്കുന്നു. എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഏത് വാല്യൂ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോർണേഴ്സിൽ ആംഗിൾസ് 90 ഡിഗ്രി വീതം കിട്ടുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഈ ആംഗിൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആംഗിൾ എന്തായിരിക്കും? ലീനിയർ പെയർ എന്ന് വെച്ചാൽ ഈ രണ്ട് ആംഗിൾസും കൂടെ ചേർന്നാൽ എന്തായിരിക്കണം? 180 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ആംഗിളും കൂടെ 180 വരണം. അപ്പോൾ അതിൽ ഒരെണ്ണത്തിനെ ഞാൻ എക്സ് എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ഇത് എക്സ് ആയിരിക്കും. ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് 180 മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ ഇവിടുത്തെ നമുക്കറിയാം ഒ എയും ഒ ബിയും ഈക്വലാണ്. അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഞാനിതിനെ എ എന്നെടുക്കുന്നു. അപ്പോൾ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച് നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ എന്ത് വരും? എ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എയും കൂടെ ആഡ് ചെയ്താൽ 2a. എക്സിനെ നമ്മൾ ഇപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. 2a ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ്. അതിൽ നിന്ന് എ എന്ത് വരും? എ ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് ബൈ 2. 180 മൈനസ് എക്സ് ബൈ 2വിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തെഴുതുമ്പോൾ 180 ബൈ 2 മൈനസ് എക്സ് ബൈ 2. 180 മൈനസ് 2 ഈസ് 90 മൈനസ് എക്സ് ബൈ 2. അങ്ങനെയാണ് ഇവിടെ 90 മൈനസ് എക്സ് ബൈ 2 എന്ന് കിട്ടിയത് കേട്ടോ. ഇനി അടുത്തത് ട്രയാങ്കിൾ എ ഒ ഡി, അതായത് ഈ ട്രയാങ്കിൾ എടുക്കുന്നു. ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്താ? 180 മൈനസ് എക്സ് ആണ്. ഇവിടെ ഒ എയും ഒ ഡിയും ഈക്വലാണ്. അതുകൊണ്ട് ഈ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതിനെ ബി എന്നെടുക്കുന്നു. അപ്പോൾ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് എന്തെഴുതാം? ഇൻ ദ ഐസോസെലസ് ട്രയാങ്കിൾ എ ഒ ഡി എന്തെഴുതാം? ബി പ്ലസ് 180 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 180. മൂന്ന് ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആയിരിക്കും ആംഗിൾ സം പ്രോപ്പർട്ടി. ഇനി ബിയും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടി? 2b. 180 മൈനസ് എക്സിനെ നമ്മൾ ആർച്ചസിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 180 മൈനസ് എക്സ്. മനസ്സിലായല്ലോ? ഈ 180 മൈനസ് എക്സിനെയാണ് നമ്മൾ ആർച്ചസിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 180 മൈനസ് എക്സ് ഇവിടെ പ്ലസ് ആണ്. അത് ഈക്വൽസിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആകും. അപ്പോൾ മൈനസ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്ത് വന്നു? 2b ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. ഓപ്പൺ ആക്കുമ്പോൾ 180 മൈനസ് ബ്രാക്കറ്റിനകത്ത് സൈൻ ചേഞ്ച് ആയിട്ട് പ്ലസ് ആയിട്ട് മാറുന്നു. അങ്ങനെ 180 മൈനസ് 180 പ്ലസ് എക്സ്. 180 മൈനസ് 180 0 ആയി പോവും. അപ്പോൾ ബാക്കി എന്തുണ്ട്? 2b ഈസ് ഈക്വൽ ടു എക്സ്. അതിൽ നിന്ന് b ഈസ് ഈക്വൽ ടു എക്സ് ബൈ 2 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് എക്സ് ബൈ 2 എന്ന് നമുക്ക് കിട്ടി. ഈ ആംഗിൾ 90 മൈനസ് എക്സ് ബൈ 2. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താ? ഇത് 90 ആണോ കിട്ടുന്നതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആംഗിൾ എ ഇസ് ഈക്വൽ ടു, എ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ബൈ 2ഉം 90 മൈനസ് എക്സ് ബൈ 2ഉം കൂടെ ആഡ് ചെയ്യുന്നതാണ് ആംഗിൾ എ. ഇവിടെ നോക്കിയാൽ എക്സ് ബൈ 2വിൻ്റെ
സൈൻ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവുമാണ്, രണ്ടും കൂടെ ക്യാൻസലായി പോവും. ബാക്കി ആംഗിൾ എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 90 ഡിഗ്രി കിട്ടി. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് 90 ഡിഗ്രി കിട്ടി. അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും എന്താ വരുന്നത്? 90 മൈനസ് x/2 x/2 വരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾസ് എല്ലാം എന്ത് തന്നെ വരും? 90 ഡിഗ്രി തന്നെ വരും. ദസ് ഓൾ 4 ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലേറ്ററൽ ABCD ആർ 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ചേഞ്ച് ചെയ്താലും എന്ത് സംഭവിക്കുന്നില്ല? ഇത് റെക്റ്റാങ്കിൾ അല്ലാതെ ആവുന്നില്ല. ഡയഗണൽസിൻ്റെ ബിറ്റ്വീൻ ഏത് ആംഗിൾ വന്നാലും എന്താണ്? ഇത് റെക്റ്റാങ്കിൾ തന്നെ ആയിരിക്കും. Hence, no matter what the angles between the diagonals are, if the diagonals are equal and they bisect each other, then the angles of the quadrilateral formed are 90 degree each and the opposite sides are equal. Thus, the quadrilateral is a rectangle. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി റെക്റ്റാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, പ്രോപ്പർട്ടി ആയിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എ റെക്റ്റാങ്കിൾ ഈസ് എ ക്വാഡ്രിലേറ്ററൽ ഇൻ വിച്ച് ദി ആംഗിൾസ് ആർ ഓൾ 90 ഡിഗ്രി. ലെറ്റ് us ലിസ്റ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ റെക്റ്റാങ്കിൾ. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓൾ ദി ആംഗിൾസ് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ 90 ഡിഗ്രി. അതെങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സെക്കൻഡ് പ്രോപ്പർട്ടി, ദി ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ ഈക്വൽ. റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അത് നമ്മൾ പ്രൂവ് ചെയ്തു. തേർഡ് പ്രോപ്പർട്ടി, ദി ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ പാരലൽ ടു ഈച്ച് അതർ. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിൽ BC യും AD യും ഈക്വൽ ആണ് എന്ന് നമ്മൾ കണ്ടു അല്ലേ. AB നമുക്കതിൻ്റെ ട്രാൻസ്വേഴ്സലായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ആംഗിൾ A നമുക്ക് 90 ഡിഗ്രി ആണ് എന്നറിയാം. ആംഗിൾ ബിയും 90 ഡിഗ്രി ആണ് എന്നറിയാം. അപ്പോൾ 90 + 90 നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. വെൻ ദ സം ഓഫ് ദി ഇൻറ്റേർണൽ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ഈസ് 180 ഡിഗ്രി, ദ ലൈൻസ് ആർ പാരലൽ. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി 7th നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് ലൈൻസ് എടുത്തിട്ട് അതിനൊരു ട്രാൻസ്വേഴ്സിൽ വരയ്ക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ, അതായത് സെയിം സൈഡിൽ വരുന്ന ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിൽ വരുന്ന ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സമ്മ 180 ഡിഗ്രി ആണ് എങ്കിൽ നമ്മൾ എടുത്ത ലൈൻസ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 180 ഡിഗ്രി കിട്ടി. അതുകൊണ്ട് AD യും BC യും എന്താണ് എന്ന് പറയാം? പാരലലാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്ത് പറയാം? ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ പാരലൽ ടു ഈച്ച് അതർ. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലായിരിക്കും. ഇനി പ്രോപ്പർട്ടി 4 എന്ന് പറയുന്നത് ദ ഡയഗണൽസ് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ ഓഫ് ഈക്വൽ ലെങ്ത് ആൻഡ് ദേ ബൈസെക്ട് ഈച്ച് അതർ. അത് നമ്മൾ മുകളിൽ കണ്ടു. ഡയഗണൽസ് ഈക്വൽ ലെങ്തിലുമായിരിക്കും, അത് ബൈസെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ 4 പ്രോപ്പർട്ടീസും നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത് എ സ്പെഷ്യൽ റെക്റ്റാങ്കിൾ ഇൻ എ ക്വാഡ്രിലേറ്ററൽസ് ബിലോ ആർ ദർ എനി നോൺ റെക്റ്റാങ്കിൾസ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതൊക്കെ ഇതൊരു റെക്റ്റാങ്കിളാണ്, ഇതൊരു റെക്റ്റാങ്കിളാണ്, ഇതും റെക്റ്റാങ്കിളാണ്, ഇതും റെക്റ്റാങ്കിളാണ്. കാരണം എന്താണ്? ഇതിൻ്റെ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി വീതമാണ്, അതുകൊണ്ട് ഇതെല്ലാം റെക്റ്റാങ്കിളാണ്. പക്ഷേ ഫിഗർ 4 നോക്കിയേ, 4ന് മാത്രം ഇതിൽ നിന്നൊക്കെ ഒരു എന്താ പറയുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ. എല്ലാത്തിൻ്റെയും ആംഗിൾ 90 ഡിഗ്രി ആണ്, അതുകൊണ്ട് ഇതെല്ലാം എന്താണ്? റെക്റ്റാങ്കിൾ ആണ്. ഹൗവർ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് റെക്റ്റാങ്കിൾ വിത്ത് ഓൾ സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത്. ഇതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലാണ്, ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമാണ് ഈക്വലായിട്ട് വരുന്നത്. പക്ഷേ ഫിഗർ 4ൻ്റെത് എല്ലാ സൈഡ്സും ഈക്വലാണ്. അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് റെക്റ്റാങ്കിൾ ആണ്. ഈ ക്വാഡ്രിലേറ്ററൽ അറിയപ്പെടുന്ന എന്താണ്? സ്ക്വയർ. ഇതിനെ നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കും. അപ്പോൾ സ്ക്വയർ ഒരു റെക്റ്റാങ്കിൾ ആണ്. കാരണം എന്താണ്? റെക്റ്റാങ്കിൾ ആവാൻ കാരണം ആംഗിൾസ് എല്ലാം 90 ഡിഗ്രിയാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്, പാരലലാണ്. അതുകൊണ്ട് സ്ക്വയറിനെ നമുക്ക് എന്ത് പറയാം? റെക്റ്റാങ്കിൾ എന്ന് പറയാം. പക്ഷേ റെക്റ്റാങ്കിളിനെ നമുക്ക് സ്ക്വയർ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? സ്ക്വയർ ആകണമെങ്കിൽ 4 സൈഡ്സും ഈക്വൽ ആകണം. റെക്റ്റാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ അല്ല, അതുകൊണ്ട് നമുക്ക് റെക്റ്റാങ്കിളിനെ സ്ക്വയർ എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ സ്ക്വയറിനെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? റെക്റ്റാങ്കിൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതൊക്കെ സ്ക്വയർ ഈസ് എ ക്വാഡ്രിലേറ്ററൽ ഇൻ വിച്ച് ഓൾ ദി ആംഗിൾസ് ആർ ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് ഓൾ ദ സൈഡ്സ് ആർ ഓഫ്
ഈക്വൽ ലെങ്ത്. അപ്പോൾ സ്ക്വയർ ആകണമെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത എല്ലാ സൈഡ്സും ഈക്വൽ ലെങ്തിലായിരിക്കണം. ദസ് എവരി സ്ക്വയർ ഈസ് ഓൾസോ എ റെക്റ്റാങ്കിൾ, ബട്ട് ക്ലിയർലി എവരി റെക്റ്റാങ്കിൾ ഈസ് നോട്ട് എ സ്ക്വയർ. മനസ്സിലായല്ലോ കാരണം എന്താണെന്ന്. ഇനി നമുക്ക് സ്ക്വയറിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ നോക്കിയേ സ്ക്വയറിൻ്റെ പ്രോപ്പർട്ടീസ്. സിൻസ് എ സ്ക്വയർ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റെക്റ്റാങ്കിൾ, ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ റെക്റ്റാങ്കിൾ ഹോൾഡ് ട്രൂ ഫോർ എ സ്ക്വയർ. അപ്പോൾ സ്ക്വയർ ഒരു സ്പെഷ്യൽ ടൈപ്പ് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് റെക്റ്റാങ്കിളിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സ്ക്വയറിനും ഹോൾഡ് ആകും. മനസ്സിലായല്ലോ. അപ്പോൾ പ്രോപ്പർട്ടി 1 എന്താ? ഓൾ ദി സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ ടു ഈച്ച് അതർ. പിന്നെന്താ? ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആർ പാരലൽ ടു ഈച്ച് അതർ. ഇത് റെക്റ്റാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് വണ്ണ് റെക്റ്റാങ്കിളിൻ്റെ പ്രോപ്പർട്ടി അല്ല. കാരണം എന്താ? ഓൾ ദി സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആർ ഓഫ് ഈക്വൽ ടു ഈച്ച് അതർ. റെക്റ്റാങ്കിളിൽ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമേ ഈക്വൽ ആവുന്നുള്ളായിരുന്നു. പിന്നെ ദ ആംഗിൾ ഓഫ് എ സ്ക്വയേഴ്സ് ആർ ഓൾ 90 ഡിഗ്രി. ഇതും റെക്റ്റാങ്കിളിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ്. ദ ഡയഗണൽ ഓഫ് എ സ്ക്വയർ ആർ ഓഫ് ഈക്വൽ ലെങ്ത് ആൻഡ് ദേ ബൈസെക്ട് ഈച്ച് അതർ അറ്റ് 90 ഡിഗ്രി. ഇവിടെ നമുക്ക് ഡയഗണൽ ബൈസെക്റ്റ് ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണ്. പക്ഷേ റെക്റ്റാങ്കിളിൽ എന്താണ്? ഡയഗണൽസ് ഈക്വൽ ലെങ്തിലാണ്. ആ ഒരു പ്രോപ്പർട്ടി റെക്റ്റാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയാണ്. പക്ഷേ ബൈസെക്റ്റ് ചെയ്യുന്ന ആംഗിൾ സ്ക്വയറിന് എന്താണ്? 90 ഡിഗ്രിയാണ്. നമ്മൾ മുകളിൽ കണ്ടു റെക്റ്റാങ്കിളിന് ഡയഗണൽസിൻ്റെ ബിറ്റ്വീൻ വരുന്നത് ഏത് ആംഗിൾ വേണമെങ്കിലും ആകാം. പക്ഷേ സ്ക്വയറിന് എന്തായിരിക്കും? ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ദിസ് ഈസ് വൺ മോർ സ്പെഷ്യൽ പ്രോപ്പർട്ടി ഓഫ് എ സ്ക്വയർ. ഇതാണ് സ്ക്വയറിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അടുത്ത പ്രോപ്പർട്ടി, ദ ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഡിവൈഡ് ദി ആംഗിൾ ഓഫ് ദി സ്ക്വയർ into equal halves. This can also be expressed as the diagonals of a square bisect the angle of the square. അഞ്ചാമത്തെ പ്രോപ്പർട്ടി അതാണ്. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ത് ചെയ്യുന്നു? സ്ക്വയറിൻ്റെ ആംഗിളിനെ ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഈ ഡയഗണൽ ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിളിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിന് കാരണം എന്താണ്? ഈ രണ്ട് സൈഡ്സ് ഈക്വലാണ്. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 3 45 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് 45 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 45 ആയിരിക്കും. ഇതാണ് സ്ക്വയറിൻ്റെ അഞ്ചാമത്തെ പ്രോപ്പർട്ടി. മനസ്സിലായല്ലോ. ഈ ഡയഗണൽ ഈ ആംഗിളിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. ഫിഗർ ഇറ്റ് ഔട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.